അപ്പോൾ ഇനി നമ്മൾ 114 പേജിലേക്ക് വരികയാണ്, ബയോളജിയുടേത്. ഓക്കെ, കേരള ഹാസ് ദ ലോവസ്റ്റ് മറ്റേണൽ ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്. അതാണ് നമ്മളോട് ആദ്യമായിട്ട് പറയുന്നത്. അതായത് മാതൃശിശു മരണനിരക്ക് ഏറ്റവും കുറവ് കേരളത്തിൽ ആണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ മറ്റേണിറ്റി അല്ലെങ്കിൽ മറ്റേണൽ ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് മറ്റേണൽ ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ ആ സ്ത്രീക്ക് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ആ പ്രസവിക്കുന്ന കുഞ്ഞിന് മരണം സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള മരണത്തെയാണ് എന്താണ് പറയുന്നത്, മറ്റേണൽ ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്. ചില ആളുകൾ പറയാറുണ്ട് അത് ചിലപ്പോൾ ഒരു ഇത്ര വയസ്സ് വരെ അല്ലെങ്കിൽ ഇത്ര മാസം വരെ ഒരു കുഞ്ഞിൻ്റെ ജന്മത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് മുമ്പ് ഗർഭിണിയാകുമ്പോൾ മുതൽ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു ഇത്ര മാസം വരെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏകദേശം നിങ്ങൾ മനസ്സിലാക്കുക, ഗർഭധാരണത്തിന് ശേഷം ഗർഭധാരണം മുതൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ ഒരു അമ്മയ്ക്കോ അല്ലെങ്കിൽ ആ കുഞ്ഞോ എന്തെങ്കിലും കാരണത്താൽ മരിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, മറ്റേണൽ ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയും. ഓക്കെ, ആ ഭാഗം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെക്ഷനിൽ പോവുകയാണ്. കേരള ഹാസ് വൺസ് അഗെയിൻ ടേക്കൺ ദ ലീഡ് ഇൻ ടേംസ് ഓഫ് മറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മാതൃശിശു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കേരള ഹാസ് ടേക്കൺ ദ ലീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളെക്കാളെല്ലാം വളരെ മുൻപിലാണ്. എന്തിൻ്റെ കാര്യത്തിൽ? മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിൻ്റെ കാര്യത്തിൽ കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാളും മുമ്പിലാണ്. അതായത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഒരു അമ്മയുടെയും കുഞ്ഞിനെ, പ്രത്യേകിച്ചും പ്രസവത്തോടോ ഗർഭധാരണ കാലത്തോടോ പ്രസവാനന്തരമോ ആയിട്ടുള്ള അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഏറ്റവും കുറവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കുവാൻ ഏറ്റവും നല്ല ഒരു കാര്യവും ആണ്. ആ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെൻറ്റൻസ്, ദ സ്റ്റേറ്റ് ഹാസ് റെക്കോർഡഡ് ദ ലോവസ്റ്റ് മറ്റേണൽ ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് ഇൻ ദ കൺട്രി. അതായത് ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്ന നമ്മളുടെ സംസ്ഥാനമാണ് ഏറ്റവും കുറവ് മാതൃശിശു മരണനിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് മാതൃശിശു മരണനിരക്ക്, അതായത് ഗർഭകാരണമോ കാലത്തിന് ശേഷമുള്ള ആ അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ മരണം, പ്രസവം വരെയുള്ളത്, അല്ലെങ്കിൽ ചിലർ പറയും കുറച്ചുകൂടി മുൻപോട്ട് നീക്കും, പ്രസവാനന്തര ചില പ്രത്യേക സാഹചര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ആ മരണനിരക്ക് ഇന്ത്യൻ രാജ്യത്തുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കുറവുള്ളത് നമ്മളുടെ സംസ്ഥാനമായ കേരളത്തിൽ ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത സെൻറ്റൻസിലേക്ക് പോവുകയാണ്. അടുത്ത സെൻറ്റൻസ് പറഞ്ഞാൽ, ഹാവ് യു നോട്ടീസ്ഡ് ദ ന്യൂസ്. അതായത് ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ മുകളിൽ തന്നിരിക്കുന്ന പത്രവാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് ഒരു പത്രവാർത്തയിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗം നമുക്ക് വായിക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ പോകുകയാണ് അടുത്ത സെൻറ്റൻസ്. വാട്ട് ക്യാൻ ബി ദ റീസൺ ഫോർ ദ ഡിക്രീസ് ഇൻ ദ മറ്റേണൽ ആൻഡ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇൻ കേരള. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്തായിരിക്കാം കേരളത്തിൽ മാതൃശിശു മരണനിരക്ക് കുറയുവാനുള്ള കാരണങ്ങൾ? അതായത് മാതൃശിശു മരണനിരക്ക് കുറയുന്നതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷേ എന്തെല്ലാം കാരണങ്ങൾ, അനുയോജ്യമായ കാരണങ്ങൾ കേരളത്തിൽ ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിൽ മാതൃശിശു മരണനിരക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ മറ്റേണൽ ആൻഡ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞിരിക്കുന്നത്. മറ്റേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃ സംബന്ധമായ, അമ്മ സംബന്ധമായതെന്നും, ഇൻഫാൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെയുമാണ് പറയുന്നത്. മനസ്സിലാക്കണം കേട്ടോ. മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണനിരക്ക് എന്നാണ് പറയുന്നത്.
വാട്ട് ക്യാൻ ബി എന്ന് വെച്ചാൽ എന്തായിരിക്കാം, റീസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണങ്ങൾ, ഫോർ ദ ഡിക്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയുവാനുള്ളത്. അപ്പോൾ വാട്ട് ക്യാൻ ബി ദ റീസൺസ് ഫോർ ഡിക്രീസ് ഇൻ ദ മറ്റേണൽ ആൻഡ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇൻ കേരള എന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം അമ്മയുടെയും ശിശുവിൻ്റെയും മരണനിരക്ക് കുറയുവാനുള്ള കാരണങ്ങളെന്ന്. കുറച്ച് കാരണങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, ഹൈ ലിറ്ററസി റേറ്റ് ഓഫ് വുമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഉയർന്ന സ്ത്രീകളുടെ സാക്ഷരത. അതായത് ഗർഭകാലത്ത് എന്തെല്ലാം പരിചരണങ്ങൾ വേണം, എങ്ങനെയെല്ലാം പരിചരണങ്ങൾ വേണം എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിലെ സ്ത്രീകൾക്ക് വളരെ ഉയർന്ന ഒരു അറിവുണ്ട്. കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല കേരള സമൂഹത്തിന് മൊത്തത്തിലൊരു അറിവുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഗർഭസ്ഥിനിയായിരിക്കുന്ന സ്ത്രീകളെ ആ രീതിയിൽ കേരള സമൂഹം നല്ല രീതിയിൽ പരിപോഷിപ്പിച്ചെടുക്കുന്നുണ്ട്. അത് ഒരു സ്ത്രീകളുടെ ഉയർന്ന സാക്ഷരത നിരക്ക് സ്ത്രീകൾക്കും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മൊത്തം സാക്ഷരതാ നിരക്ക്. സാക്ഷരത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. സാക്ഷരത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവുണ്ടാവുക എന്നുള്ളതാണ്. സാധാരണ സാക്ഷരത എന്ന് പറയുമ്പോൾ നമ്മൾ എഴുത്തും വായനയും അറിയാവുന്നവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് സ്ത്രീകൾക്കുള്ള നല്ല അറിവ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് ബെസ്റ്റ് മറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ്. അതായത് രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച മാതൃശിശു ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ. അതായത് കേരളത്തിലെ ആശുപത്രികൾ ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ ഗർഭിണിയായ സ്ത്രീകളെയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും പരിചരിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഏറ്റവും നല്ല രീതിയിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നതിന് വേണ്ടുന്ന അല്ലെങ്കിൽ പരിചരണം അല്ലെങ്കിൽ ശുശ്രൂഷകൾ കേരളത്തിലെ ആശുപത്രികൾ നൽകുന്നുണ്ട്. അതായത് ഇവിടെ ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ നല്ല ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ എന്ന് വെച്ചാൽ ഏതാണ്? അത് ആശുപത്രികളാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹൈ ക്വാളിറ്റി പബ്ലിക് ഹെൽത്ത് പ്രോജക്ട്സ്. അതായത് കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണ പൊതുജന ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ പൊതുജനത്തിൻ്റെ ആരോഗ്യ പദ്ധതികൾ ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന പദ്ധതികൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ തരത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും മരണം, ഗർഭധാരണവും അതിനോടനുബന്ധിച്ചുള്ള പ്രസവവും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മൂലമുള്ള മരണത്തിൻ്റെ കുറവ് നമ്മളുടെ നാട്ടിൽ അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് ഒന്ന് രണ്ട് പോയിന്റുകളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റുകളെല്ലാം ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ആക്സസ് ടു പ്രോപ്പർ ന്യൂട്രീഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ റെഡ്യൂസ് മെറ്റേണൽ ആൻഡ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന്. അതെന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ആക്സസ്, അതായത് നമുക്ക് ഒരു വസ്തുവിനെ കിട്ടുവാനുള്ള സാധ്യത അല്ലെങ്കിൽ ലഭ്യത എന്തിൻ്റെ എല്ലാം ലഭ്യത? ആക്സസ് ടു പ്രോപ്പർ ന്യൂട്രീഷൻ, അതായത് ശരിയായ പോഷകാഹാരം. രണ്ടാമതായിട്ട് എന്താണ്? എന്തിൻ്റെയൊക്കെ ലഭ്യതയാണ്? ഒന്ന്, ശരിയായ പോഷകാഹാരം, അതായത് ആക്സസ് ടു പ്രോപ്പർ ന്യൂട്രീഷൻ. എഡ്യൂക്കേഷൻ, അതായത് ശരിയായ വിദ്യാഭ്യാസം, ശരിയായ പോഷകാഹാരം, അതുപോലെ തന്നെ ആൻഡ് ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ ആരോഗ്യ പരിപാലനം അല്ലെങ്കിൽ ആരോഗ്യ പരിരക്ഷയും. കേരളം ഇപ്പോൾ കൊടുക്കുന്ന മറ്റൊരു കാരണങ്ങൾ എന്താണ്? ശരിയായ പോഷകാഹാരം, വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, അതായത് പ്രോപ്പർ ന്യൂട്രീഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. എന്താണ് ചെയ്യുന്നത്? റെഡ്യൂസ് മറ്റേണൽ ആൻഡ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. എന്താണ് ചെയ്യുന്നത്? അവ നമ്മളുടെ ശിശുക്കളുടെയും അമ്മമാരുടെയും മരണനിരക്ക് വളരെ കാര്യമായിട്ട് ഗണ്യമായ രീതിയിൽ കുറയ്ക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെയും മരണനിരക്ക് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഇനി എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്? ദ സർവീസ് ഓഫ് ഹെൽത്ത് എക്സ്പേർട്സ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ വുമൺ ആൻഡ് ചൈൽഡ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ്
പോസ്റ്റ് പാർട്ടം, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ആരോഗ്യ വിദഗ്ധരുടെ സേവനം ഗർഭകാലത്തും പ്രസവാനന്തരവും അനിവാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, സർവീസ് ഓഫ് ഹെൽത്ത് എക്സ്പെർട്സ്, അതായത് ആരോഗ്യ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ് ഹെൽത്ത് എക്സ്പെർട്ട്, ആരോഗ്യ വിദഗ്ധരുടെ സേവനം അനിവാര്യമാണ്. എസെൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യമാണ്. ഫോർ ദ ഹെൽത്ത് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ്, അതായതൊക്കെയാണ് സ്ത്രീക്കും അതുപോലെ തന്നെ കുഞ്ഞിനും. ചൈൽഡ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ് പാർട്ടം, അതായത് കുഞ്ഞിൻ്റെ ആ ഗർഭസ്ഥയിലായിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷവും അല്ലെങ്കിൽ പ്രസവാനന്തരം, അതാണ് പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രസവ സമയത്തും പ്രസവാനന്തരവും, പ്രസവ സമയം മാത്രമല്ല കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്തും ഇത് നമുക്ക് അനിവാര്യമാണ്. ഓക്കെ, അടുത്ത ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് ഗേൾസ് എൻഷുവേഴ്സ് ദ സേഫ്റ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. എന്താണ്? പെൺകുട്ടികളുടെ ശാരീരിക സാമൂഹിക സുസ്ഥിതി വരും തലമുറയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. അതായത് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, അതായത് എന്താണ് ശാരീരികവും, ഫിസിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികവും അതുപോലെ തന്നെ സോഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹികവുമായ വെൽബീയിങ്, അതായത് വെൽബീയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സുസ്ഥിതി എന്നൊക്കെ പറയാം. എന്താണ് സുസ്ഥിതി അല്ലെങ്കിൽ സുരക്ഷ? എന്ത് വരുത്തുന്നു? ആ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സുരക്ഷ എന്താണ് വരുത്തുന്നത്? എൻഷുവേഴ്സ്, ഉറപ്പ് വരുത്തുന്നു. ദ സേഫ്റ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ, അതായത് വരുന്ന തലമുറയുടെ സേഫ്റ്റി, സുരക്ഷിതത്വത്തെ ഉറപ്പുവരുത്തുന്നു. Therefore, good quality health care service is റൈറ്റ് ഓഫ് വുമൺ. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഹെൽത്ത് കെയർ സർവീസ് സ്ത്രീകളുടെ അവകാശം ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് തോന്നുന്നു. അതിനാൽ ഗുണപ്രദമായ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ആരോഗ്യ സേവനങ്ങൾ സ്ത്രീകളുടെ അവകാശമാണ്. ഓക്കെ, Therefore, അതുകൊണ്ട് ഗുഡ് ക്വാളിറ്റി, നല്ല ഗുണപ്രദമായ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണം ചെയ്യുന്ന സർവീസുകൾ ഈസ് ദ റൈറ്റ് ഓഫ് വുമൺ, ഒരു സ്ത്രീയുടെ അവകാശമാണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് പ്രിപ്പയർ ആൻഡ് എക്സിബിറ്റ് പോസ്റ്റേഴ്സ് ബേസ്ഡ് ഓൺ ദിസ് ഐഡിയ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. ഈ ഐഡിയയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് നമുക്ക് കാണിച്ചു തരാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ 114-ാമത്തെ പേജ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന്.